DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 3 ചൊവ്വ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ് 1995 ജനുവരി 1-നും 2025 ഡിസംബർ 31-നും ഇടയിൽ എംപ്ലോയ്മെൻറ്റ് കാർഡ് പുതുക്കാൻ സാധിക്കാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് ഒരു സുവർണാവസരം എത്തിയിരിക്കുകയാണ്. ഏപ്രിൽ 30 വരെയാണ് ഇതിനായി ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുന്നത്. അപേക്ഷകർ നേരിട്ടോ പ്രതിനിധി മുഖേനയോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെത്തി പുതുക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 360 രൂപയും ഗ്രാമിന് 45 രൂപയും ഇന്ന് കുറഞ്ഞിരിക്കുകയാണ്. 1,24,680 രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില. ഗ്രാമിന് 15,585 രൂപയാണ് വില. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് അനുഭവപ്പെടുന്നത്. അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ വിധവകളായ അമ്മമാരുടെ മക്കൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനായി വലിയ സാമ്പത്തിക സഹായം നൽകുന്ന പ്രധാനപ്പെട്ട പദ്ധതിയാണ് പടവുകൾ. നമ്മുടെ സംസ്ഥാനത്ത് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുന്നത്. പഠനത്തിനാവശ്യമായ ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, സ്റ്റൈപ്പൻഡ് എന്നിവയുൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഈ പദ്ധതിയിലൂടെ ലഭിക്കും. നിലവിൽ ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു വരികയാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും അടുത്തുള്ള അംഗനവാടികളുമായി ബന്ധപ്പെടാവുന്നതാണ്. അർഹരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഈ വലിയ സാമ്പത്തിക സഹായം പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വാഹനം ഓടിക്കുന്നത് തടയാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശനമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ ആ വാഹനത്തിന്റെ ഉടമയ്ക്കും കുട്ടിയുടെ രക്ഷിതാക്കൾക്കുമെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കും. ഇവർക്ക് 6 മാസം വരെ തടവ് ശിക്ഷയും വലിയ തുക പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. കൂടാതെ പിടിക്കപ്പെടുന്ന കുട്ടികൾക്ക് 25 വയസ്സ് തികയുന്നതുവരെ ലൈസൻസ് എടുക്കാൻ സാധിക്കില്ല എന്നതും നിയമത്തിന്റെ പ്രത്യേകതയാണ്. ഇത്തരം ഡ്രൈവർമാർ വരുത്തുന്ന അപകടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ലെന്നും നഷ്ടപരിഹാര തുക ഉടമയോ രക്ഷിതാവോ തന്നെ നൽകേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. അടുത്ത അറിയിപ്പ് PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു ഉടൻ തന്നെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. പ്രധാനമന്ത്രി മാർച്ച് 11-ന് കേരളത്തിലെത്തുമ്പോൾ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമോ വിതരണമോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത്. ചില ഗുണഭോക്താക്കളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ പേയ്മെന്റ് സ്റ്റോപ്പ് എന്നോ ഇന്നെലിജിബിൾ എന്നോ കാണാൻ സാധ്യതയുണ്ട്. 3-4 തവണയായി പണം മുടങ്ങിയവർ ഇത് പ്രത്യേകം പരിശോധിക്കണം. ഐഡന്റിഫയർ വെരിഫിക്കേഷൻ, ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ വീണ്ടും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇത് ചെയ്താൽ മാത്രമേ തടസ്സപ്പെട്ട പേയ്മെന്റ് റിലീസ് ആവുകയുള്ളൂ. പേയ്മെന്റ് സംബന്ധമായ തെറ്റുകൾ തിരുത്താൻ ഫാർമർ രജിസ്ട്രേഷൻ ID ആവശ്യമാണ്. ഇതെടുക്കുമ്പോൾ എന്തെങ്കിലും പിശകുകൾ വന്നാൽ പണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. മിസ്സിംഗ് ലാൻഡ് ഇൻഫർമേഷൻ എന്ന ഭാഗത്ത് കയറി ആധാർ നമ്പർ നൽകി വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അതോടൊപ്പം കഴിഞ്ഞ ഗഡു വരെ കൃത്യമായി മുടങ്ങാതെ ലഭിച്ചവർ തങ്ങളുടെ EKYC അപ്ഡേറ്റ് ആണോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതിയാകും. 3-4 തവണയായി പണം മുടങ്ങിക്കിടക്കുന്നവർ എത്രയും വേഗം ഈ വെരിഫിക്കേഷനുകൾ പൂർത്തിയാക്കി തുക കൈപ്പറ്റാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.